എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്ക്രീനിൽ കാണുന്നത് നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി എടുത്ത് വെച്ചിരുന്ന ഷെയറുകളാണ്. അതിൽ 3 ഷെയർ ആവറേജ് റേഞ്ചിൽ നിന്ന് താഴെ പോകണമെങ്കിൽ ചാൻസ് എടുക്കാൻ പറ്റുമായിരുന്നു. ഈ 3 ഷെയറിൽ നമുക്ക് ചാൻസ് വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കി ഒരു 8-9 ഷെയർ നല്ല രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ചാൻസ് വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ 1-2 ഷെയർ, ഈ ശോഭ എന്ന് പറയുന്ന ഷെയർ, ആൾമണ്ട്സ് എന്ന് പറയുന്ന ഷെയറൊക്കെ ഹെവി മൂവ്മെൻറ്റാണ്. എപ്പോഴും നല്ല ഹെവി മൂവ്മെൻറ്റ്. ഇപ്പം ശോഭയൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് 5-6 രൂപ ഗ്യാപ്പിലാണ് മുകളിലോട്ടും താഴോട്ടും പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഷെയറിൽ നിന്ന് കഴിവത് ഒഴിഞ്ഞു നിൽക്കുക. അതല്ലെങ്കിൽ ലെവലിന് വരുന്ന എൻട്രി ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വെളിയിൽ വരിക. അപ്പോൾ ഇന്ന് നമുക്ക് 8-9 ഷെയർ നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. പിന്നെ ഈ ആവറേജ് എന്നും ചാൻസ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ കൂടുതലും ക്ലയൻറ്റിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു ഷെയറിനകത്തൊരു ലോസ് വന്നാൽ പിന്നെ ആ ഷെയറിൽ തന്നെ ആ ലോസ് കവർ ചെയ്യാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ നമ്മുടെ നിർഭാഗ്യത്തിന് ആ ഷെയർ ആയിരിക്കും അന്നത്തെ ദിവസം ഹെവി മൂവ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഷെയറിൽ പിന്നെ ലോസ് എടുത്ത് വെക്കത്തേ ഉള്ളൂ. അപ്പം ഒരു പ്രാവശ്യം ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അവർക്കത് വെളിവരാൻ പറ്റും. പക്ഷേ നോർമലി ഇതൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് അതിനകത്ത് പണി കിട്ടുകയും ചെയ്യും, അതിൽ വന്നിട്ട് നല്ല ലോസ് ആവുകയും ചെയ്യും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കഴിവതും ചെയ്യേണ്ടത് ഒരു ഷെയറിനകത്ത് ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ചു അതിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ട് അടുത്ത ചാൻസ് വരുമ്പോൾ മാത്രം എൻട്രി, ചാൻസ് വരാത്തപ്പം എൻട്രി ചെയ്യാതിരിക്കുക. പിന്നെ ലെവൽ വരാതെ എൻട്രി എടുക്കുന്നതും ഒരു നല്ല കാര്യമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സന്ദേശം എന്ന് പറയുന്ന ഷെയർ 1349 ആവറേജ്. സന്ദേശ് ഓപ്പണിങ്ങിലത് 1380 റേഞ്ചിലൊക്കെ പോയി. പക്ഷേ നമുക്ക് ഈ റേഞ്ച് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒന്നിൽ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ എടുക്കാം. ഇവിടെ വന്നിട്ട് ഇറങ്ങുന്നിടത്തോളം കാലം നമ്മൾ ആവറേജിന് താഴെ പോകണമെങ്കിൽ മാത്രം നോക്കുക. 350 താഴെ പോയി നമ്മൾ ഈ റേഞ്ചിൽ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ 302, 303 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം 45 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അടുത്ത ഷെയർ ഗ്രീൻ പ്ലേ. അതിൻ്റെ ഗ്രീൻ പ്ലേയുടെ ആവറേജ് 258-52. ഗ്രീൻ പ്ലേ അത് ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് മുകളിലോട്ട് കയറി നേരെ പോയി R1 പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങി. നമ്മൾ ഈ മുകളിൽ വേണേലും ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് ഇറങ്ങുമ്പോഴേ വേണേലും എടുക്കാം, ഇവിടെ വേണേലും എടുക്കാം. നമ്മൾ ഇവിടെ നിന്ന് എടുത്തെന്ന് വിചാരിച്ചോ, 265 റേഞ്ചിൽ നമ്മൾ എടുത്താൽ 265 എന്ന് ഈ ലോ വരുന്നത് 255 രൂപ. പിന്നെ അത് കയറിയിട്ടേ ഇല്ല, നല്ല പ്രോഫിറ്റ് അത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ FDC എന്ന് പറയുന്ന ഷെയറിൻ്റെ ആവറേജ് 420. FDC അത് ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് മുകളിൽ കയറിപ്പോയി 422 സംതിങ് വരെ പോയി. നമ്മൾ 420 താഴോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻട്രി എടുത്താൽ പിന്നെ അത് കയറിയിട്ടില്ല. 415 ആ റേഞ്ചിൽ തന്നെ 15 തന്നെ ക്ലോസിങ് വന്നു. ഏകദേശം 5-5.5 രൂപ, 414 സംതിങ് ഉണ്ട്. അപ്പോൾ 5-5 രൂപ നമുക്ക് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട് ആവറേജ് ട്രേഡ് എടുക്കുന്നവർക്ക്. അതിന് ശേഷം നമുക്ക് ചാൻസ് വന്ന ഷെയറുകളാണ്, നല്ല ചാൻസ് വന്ന ഷെയറുകളുണ്ട്. സ്പാർക്ക് നോക്കൂ, സ്പാർക്കിൻ്റെ മൂവ്മെൻറ്റ് കണ്ടോ. ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങി. നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുത്താൽ 398-99 ഒരു എൻട്രി എടുത്താൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 376 വന്നിട്ടുണ്ട്. അതിന് ശേഷം ആവറേജ് എപ്പവും തിരിച്ചു വരും, വീണ്ടും ആവറേജ് എപ്പവും തിരിച്ചു വരും. അങ്ങനെ ലാസ്റ്റ് ആവറേജിനടുത്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടുന്ന് ഒരു എൻട്രി എടുത്താൽ 398-99 എടുത്താൽ ഇവിടെ 376 എന്ന് പറഞ്ഞു, 22 രൂപ അവിടെ തന്നെ. അതിന് ശേഷം ഇവിടെ 375 ആ റേഞ്ചിൽ ഇത് സെൻട്രൽ CPRL സപ്പോർട്ട് എടുത്ത് കയറിപ്പോകാനും ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം PDSL എന്ന് പറയുന്ന ഷെയർ, PDSL ഓപ്പണിങ്ങിൽ തന്നെ അത് പ്രീവിയസ് ഹൈയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി. അവിടെ 576 റേഞ്ച് ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് 560, 14-15 രൂപ. പിന്നെ അത് കയറിയിട്ടില്ല, ആ റേഞ്ച് പോയിട്ടില്ല. പിന്നീട് എക്സ്പ്രോ ഇന്ത്യ
എക്സ്പ്രോ ഇന്ത്യ ഫ്ലാറ്റ് ഓപ്പണിങ് വന്ന് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇറങ്ങി. ഇവിടെ എൻട്രി എടുത്താൽ 1258 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 1116, ഏകദേശം 40 രൂപയ്ക്കടുത്ത് പ്രോഫിറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം സുബ്രോസ് എന്ന് പറയുന്ന ഷെയർ, അതും ഓപ്പണിങ്ങിലെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് എൻട്രി എടുത്ത 700 റേഞ്ചിൽ 698 റേഞ്ചിലൊക്കെ എൻട്രി എടുത്താൽ 675, അതിന് ശേഷം 668 ആ റേഞ്ച് വരെ വന്നിട്ടുണ്ട്. നമ്മൾ ഏകദേശം 23-25 ആ റേഞ്ചിലോട്ട് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പ്രീകോട്ട് എന്ന് പറയുന്ന ഷെയർ, പ്രീകോട്ട് ഓപ്പണിംഗ് ക്യാൻഡിൽ R1 അടിച്ച് ഇറങ്ങി. ഇത് ഈ ക്യാൻഡിൽ CPR ഇത് ചെയ്യുമ്പോൾ കാണാം, കണ്ടില്ലേ, ഇവിടം വരെ ഹൈ അടിച്ച്. അതിന് താഴോട്ട് വരുന്ന സമയത്ത് എൻ്റെ എടുത്താലും 331, നമുക്ക് 320, 11 രൂപ. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ചു. നമ്മൾ ഇവിടെ എടുക്കരുത്, ഇവിടെ പിന്നെ ഈ റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ നോക്കണം. അതല്ലെങ്കിൽ ഇവിടെ വീണ്ടും കട്ടിയാണ്, ഇവിടെ വീണ്ടും എടുക്കാം. 330 എടുത്താൽ 327, 326 ആ റേഞ്ചിലൊക്കെ വന്നിട്ട് 327 റേഞ്ച് ആ റേഞ്ചിലൊക്കെ വന്നു. 2 രൂപ 2.5 രൂപ, പിന്നെ അധികം ചാൻസ് തന്നിട്ടില്ല. അതിന് ശേഷം മാൻ ഇൻഡസ്ട്രീസ് R1 മുകളിൽ പോയി ഇറങ്ങി. ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 297 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 290 റേഞ്ച് വരുന്നുണ്ട്. 7 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നത്. പിന്നെ ഈ ക്ലോസിങ് അല്ല, ഒരു 1 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും പോയി R1 മുകളിൽ പോയി സ്റ്റേ ചെയ്ത്, നമുക്ക് പിന്നെ അവിടെ ചെയ്യാനില്ല. അതിന് ശേഷം NBCC എന്ന് പറയുന്ന ഷെയർ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങുമ്പോൾ നമ്മളിവിടെ 88-50 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ 1 രൂപ ചാൻസേ ഉള്ളൂ. ചെറിയ ഷെയറാണ്. വീണ്ടും ഹൈ അടിക്കുന്നുണ്ട്. ഹൈ അല്ല, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോകുന്നത്. വീണ്ടും തിരിച്ചിറങ്ങുകയാണ്. ഇവിടെ വീണ്ടും എൻട്രി 1 രൂപ 1.5 രൂപയുള്ള. അപ്പോൾ ഇതിലൊക്കെ ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. പിന്നെ PDSL അല്ല, ബെങ്ക എന്ന് പറയുന്നൊരു ഷെയർ, അത് 5% സർക്കിട്ട്. അപ്പോൾ നമ്മളത് അധികം ട്രേഡ് എടുക്കുന്നത് നല്ലതല്ല. എന്നാലും അതും നമുക്ക് R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങി. ഇവിടെ ഈ റേഞ്ചിലൊക്കെ റിസ്ക് എടുത്തെടുക്കുന്നവർക്ക് അത് ഈ റേഞ്ചിൽ തന്നെ അപ്പർ സർക്കിട്ടാണ്. അപ്പോൾ അവിടെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എടുത്തവർക്ക് ഇവിടുന്ന് 43 എന്നൊക്കെ ഒരു 34 രൂപ വരെ പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം റേറ്റ് ഗെയിൻ ഫസ്റ്റ് ടൈം പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ നിന്ന് താഴോട്ട് തരുമ്പോൾ നമ്മൾ 746 എന്ന ഏകദേശം 738 ചെറിയ പ്രോഫിറ്റാണ്. അതിനുശേഷം വീണ്ടും കയറി അടുത്ത ലെവലിൽ പോയി ഇറങ്ങി. അപ്പോൾ ഈ റേഞ്ച് വരെ എൻട്രി എടുത്താൽ 757 ഒരു എൻട്രി എടുത്താൽ 741 റേഞ്ചിലോട്ട് വരുന്നത്. ഒരു 16 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ കുറേ 1-2 ഷെയറുകളിൽ ചാൻസുകൾ വന്നിട്ടുണ്ട്, ഈ ശോഭയൊക്കെ. പക്ഷേ ശോഭയ്ക്കകത്തൊക്കെ കുഴപ്പം അതിൻ്റെ ഹെവി മൂവ്മെൻറ്റാണ്. അതിനകത്ത് നല്ല രീതിയിൽ നോക്കി ചെയ്തില്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ലോസ് വരാനേ ചാൻസ് ഉള്ളൂ. പെട്ടെന്ന് എൻട്രി പെട്ടെന്ന് എക്സിറ്റ് അടിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് എൻട്രി എടുത്ത് വെളിയിൽ വരാൻ പറ്റും അതിലൊക്കെ നല്ല രീതിയിൽ. അതിന് ശേഷം ഇനി നമുക്ക് നാളത്തെ ഷെയർ നോക്കാം. നാളത്തെ ഷെയർ ഒരു 17 ഷെയർ നമ്മളെടുത്തിട്ടുണ്ട്. അതിൽ സോണാക്കോമൊക്കെ ഈ ആവറേജ് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ നാളെ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ സോണാക്കോം, ശോഭ ഡെവലപ്പേഴ്സും ഈ ഹയ്യോ അതല്ല R1 ഒക്കെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ 1 സൈഡ് മൂവ്മെൻ്റ് ആയിരിക്കും താഴോട്ട്.
കൺസ്ട്രക്ഷൻ കമ്പനികൾ, ആ കമ്പനികളിലൊക്കെയാണ് കൂടുതൽ ഇന്ന് മൂവ്മെൻറ്റ് കണ്ടിട്ടുള്ളത്. പിന്നീട് ഈ ടോറൻറ്റ് പവർ ആവറേജ് ചാൻസ് എടുക്കാം. 14 ക്ലോസിംഗ് ആണ്. 1030 മുകളിലൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. ഈ 4 ഷെയറിനകത്തും എൻട്രി എടുക്കാം. അതുപോലെ സെഞ്ച്വറി ടെക്സ്റ്റൈൽസൊക്കെ ഈ ഹൈ അടിച്ചിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. 6 എന്ന് പറയുമ്പോൾ ഒത്തിരി ഹൈയിലാണ്. അധികം ഷെയറിന് ഇന്നലെ എടുത്ത സ്പാർക്ക് വേണമെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ അത് ഇന്നത്തെ ആവറേജ് എനിക്ക് തോന്നും സ്പാർക്ക്, ഒരു മിനിറ്റ് തന്നെ നോക്കട്ടെ. സ്പാർക്ക് എൻ്റെ ആവറേജ് ശ്രദ്ധിച്ചില്ല. സ്പാർക്കിൻ്റെ ഇന്നത്തെ ആവറേജ് എന്ന് പറയുന്നത് അത് ആവറേജിൽ തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ ആവറേജ് താഴെ നിൽക്കുകയാണെങ്കിൽ ചാൻസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ ആ സമയത്ത് വരുന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്നതേ ഉള്ളൂ. വേണ്ട, നോക്കുന്നെങ്കിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വിട്ടേക്കുക. നോർമൽ ഇതിനകത്ത് തന്നെ നമുക്ക് നല്ല ചാൻസ് കിട്ടും ഷെയറിനകത്ത്. അപ്പോൾ എല്ലാത്തിലും നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഹെവി മൂവ്മെൻറ്റ് ഒരു ഷെയറിനകത്ത് ഹെവി മൂവ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷെയറിൻ്റെ 3-4 രൂപ പെട്ടെന്ന് ജമ്പ് ചെയ്യുക. ഒരു 300-400 രൂപയുടെ ഷെയറൊക്കെ 3 രൂപ 4 രൂപ ജമ്പ് ചെയ്ത് മുകളിലോട്ട് പോകുന്നത് കാണുമ്പോഴേ ഓർത്തണം. അതിൽ ഓപ്പറേറ്റർമാർ പെട്ടെന്ന് അവന്മാർ നല്ല രീതിയിൽ അതിനകത്ത് ട്രേഡ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും ജമ്പിങ്. അവർ മുകളിലുള്ള പ്രൈസ് ഇട്ടിട്ട് എടുക്കുന്നത്. അപ്പോൾ ആ ഷെയറിനകത്ത് അത് വെയിറ്റ് ചെയ്യുക. ശോഭ ഇന്നത്തെ അതുപോലത്തെ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ശോഭ ഇന്ന് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു, നാളെ അത്രയും മൂവ്മെൻറ്റ് തരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി ചെയ്യുക. നാളെ വന്നപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.